സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഊരിടാൻ മണ്ട. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കിട്ടണില്ല, ത്രെഡ് ആരും ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. അജാസ് എന്നൊരു ബ്രാൻഡിൻ്റെ ഒരു ബൈക്ക് GPS ട്രാക്കറാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ സാധാരണ GPS ട്രാക്കർ പോലെ വെറും ബൈക്കിൻ്റെ ഒരു എക്സാക്ട് ലൊക്കേഷൻ മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എക്സ്ട്രാ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബൈക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്തു. അപ്പോൾ പാർക്ക് ചെയ്തിട്ട് ആരെങ്കിലും നമ്മളെ ബൈക്ക് ഒന്ന് പൊന്തിച്ച് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നതാണ്. സംബഡി ഈസ് ട്രൈങ് ടു പുഷ് മൈ ബൈക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരുന്നതാണ്. അതുപോലെ തന്നെ അഥവാ ആരെങ്കിലും നമ്മളെ ബൈക്കിൻ്റെ ഇഗ്നിഷനൊക്കെ പൊട്ടിച്ച് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് മോഷണം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളെ ഫോണിലേക്ക് വാർണിംഗ് കോളൊക്കെ വരുന്നതാണ്. അത്രക്കും സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ്, അതുപോലെ തന്നെ റിവ്യൂ, പിന്നെ അതിൻ്റെ ടെസ്റ്റിംഗ്, ഈ ഒരു സംഭവത്തിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് കാണാം. അതായത് ആക്സിഡൻറ്റ് അലേർട്ട്, ഫോൾ അലേർട്ട്, വെഹിക്കിൾ തെഫ്റ്റ്, ടാമ്പർ അലേർട്ട്, ഷെയർ ലൈവ് ലൊക്കേഷൻ, അതുപോലെ തന്നെ ട്രാക്ക് ഫ്യൂവൽ കൺസംഷൻ ആൻഡ് ട്രാക്ക് യുവർ റൈഡ്. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. പിന്നെ നമുക്കൊരു പേപ്പർ കാണാം. ഈ ഒരു പേപ്പറിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഡീറ്റെയിൽസും, അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസും QR കോഡൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്, അജാസിൻ്റെ ഒരു GPS ട്രാക്കർ. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. നമുക്ക് ഒന്നെങ്കിൽ ഇതിലൂടെ എടുക്കാം, അല്ലെങ്കിൽ താഴെയോടെ എടുത്താലും മതി, എങ്ങനെയെങ്കിലും എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സാധനം മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ ആ ഒരു ചിപ്പൊക്കെ പോലത്തെ ആ ഒരു ഷേപ്പിലുള്ള ഒരു പ്രൊഡക്റ്റാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വയർ യൂണിറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് പോസിറ്റീവ് ടെർമിനൽ കാണാം, അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനൽ കാണാം. അത്യാവശ്യം ഒരു ലെങ്ത് ഉള്ളൊരു വയർ തന്നെയാണ്. നമ്മളെ ബൈക്കിൽ നമ്മളെ ബാറ്ററിയിലേക്ക് റീച്ച് ചെയ്യാനുള്ളൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വയർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് തൽക്കാലം നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബോക്സിലകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കുകയാണെങ്കിൽ, ചെറിയൊരു 3M ഒരു ചെറിയൊരു ടാപ്പ് കാണാം, ഇതൊന്ന് ഫിക്സാക്കി വെക്കാൻ. അതുപോലെ തന്നെ 2 സ്ട്രാപ്പ് കാണാം. ഈ ഒരു സ്ട്രാപ്പിന് എന്തോ ഒരു പേര് വരുന്നുണ്ട്, അത് ടൈറ്റ് ആക്കണ സ്ട്രാപ്പ്. അപ്പോൾ ആ 2 സാധനം മാത്രമേ ഈ ഒരു ബോക്സിലുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മളെ ബൈക്കിൽ ഫിക്സ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബാക്ക് സീറ്റിനകത്താണ് ഫിക്സ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ബാക്ക് സീറ്റ് റിമൂവ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട് സീറ്റും റിമൂവ് ചെയ്യാം. കാരണം നമ്മളെ ബാറ്ററി യൂണിറ്റ് വരുന്നത് ഫ്രണ്ട് സീറ്റിനകത്താണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു ബ്രാൻഡ് നെയിമിൻ്റെ മേലെ കൂടെ വേണം നമ്മൾ ഈ ഒരു സ്റ്റിക്കർ പ്ലേസ് ചെയ്യാൻ. കാരണം ഓപ്പോസിറ്റ് സൈഡ് ഈ ഒരു സ്ട്രാപ്പാണ് വരുന്നത്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ഹസാർഡിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റും കൂടി രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് പ്ലേസ് ചെയ്തിട്ട് സ്ട്രാപ്പ് ചെയ്ത് കൊടുക്കാനാണ് പ്ലാൻ. എത്രത്തോളം റെഡി ആവുമെന്ന് അറിയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു 2 സ്ട്രാപ്പ് നമ്മൾ ഇതിനുള്ളിലൂടെ എടുത്തിട്ട് നമുക്ക് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്ട്രാപ്പ് ഉള്ളിലൂടെ എടുക്കാം. എന്നിട്ട് ഈ 2 പ്രൊഡക്റ്റ് നല്ല കെട്ടി പിടിച്ചിരിക്കണ പോലെ നല്ല പ്രോപ്പർ ടൈറ്റ് ആയിട്ട് വേണം നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. മാക്സിമം ടൈറ്റ് ആക്കണം. ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ടൈറ്റിൽ ഇരുന്നാൽ മാത്രമേ നമ്മുടെ കാലിബ്രേഷൻ പ്രോസസ്സൊക്കെ റെഡി ആവുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ടൈറ്റ് ആക്കാൻ നോക്കുക. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ആദ്യം ഇവിടെ ഫിക്സ് ചെയ്യാനാണ് നോക്കിയിരുന്നത്, പക്ഷേ ഇവിടെ പറ്റിയില്ല. കാരണം ഇവിടെ ഒരു ഹോള് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ പ്ലേസ് ചെയ്ത വൈബ്രേഷൻ വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ പ്ലേസ് ചെയ്യാതെ ഇവിടെ കൊടുത്തത്. ഇവിടെ ആകുമ്പോൾ പ്രൊഡക്റ്റ് നല്ല കംപ്ലീറ്റ്ലി ഫിറ്റാണ്, നല്ല ഫിക്സ് ആയിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ഫിറ്റ് ടൈറ്റ് ആയിട്ട് ഇരിക്കണം എന്ന് പറയാൻ കാരണം, ഇതിനൊരു കാലിബ്രേഷൻ പ്രോസസ്സ് വരുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് നല്ല കംപ്ലീറ്റ്ലി ഫിറ്റ് ആൻഡ് ടൈറ്റ് ആയിരിക്കണം. കാരണം ഇതിൻ്റെ സെൻസേഴ്സൊക്കെ വരുന്നത്, മൂവ്മെൻറ്റ് സെൻസേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ടൈറ്റായിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മൂവ്മെൻറ്റ് വരുമ്പോഴത്തേന് നമ്മൾ ഫോണിലേക്ക് മെസ്സേജൊക്കെ വരൽ തുടങ്ങും. അതുകൊണ്ടാണ് നല്ല ടൈറ്റായിട്ട് ഇരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അത്യാവശ്യം ടൈറ്റാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കാലിബ്രേഷൻ പ്രോസസ്സ് എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വയർ യൂണിറ്റ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കുറേ ലെങ്ത്ത് വയറുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ചുരുട്ടി കൂട്ടി വെച്ച് എങ്ങനെയെങ്കിലും കറക്റ്റ് ബാറ്ററി വയറിലേക്ക് എത്തിക്കണം. അപ്പോൾ നമുക്ക് അതൊന്നും ചെയ്ത് നോക്കാം. അപ്പോൾ ബാറ്ററി കണക്ഷൻ്റെ പ്രോസസ്സിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നെഗറ്റീവ് ടെർമിനൽ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ പോസിറ്റീവ് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ പോസിറ്റീവ് ടെർമിനൽ ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ നെഗറ്റീവ് ടെർമിനൽ ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ബാറ്ററിയിൽ സ്പാർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ബാറ്ററിൻ്റെ ഹെൽത്ത് അനുസരിച്ച് നമ്മളെ എക്സ്പ്ലോഷൻ്റെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും
എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് പോസിറ്റീവ് അതുപോലെ തന്നെ പിന്നെ നെഗറ്റീവ് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ഇപ്പോൾ ബാറ്ററിയിൽ കണക്ട് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് നമ്മളെ കംപ്ലീറ്റ്ലി ഫിറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ സീറ്റ് തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഐഫോൺ ആയതുകൊണ്ട് ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് അജാസ് എന്ന് സെർച്ച് ചെയ്യണം. AJJAS അതാണ് ആപ്ലിക്കേഷൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ അജാസ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വരും. ഇതാണ് നമ്മൾ ആപ്ലിക്കേഷൻ വരുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് അല്ല വരിക. ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം ഇതിലുള്ള പോലെ നെയിം, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, കൺട്രി, അങ്ങനത്തെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ നമ്മൾ ആപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസ് എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ആദ്യം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ വെഹിക്കിൾ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബൈക്കിൻ്റെ നമ്പർ ഇവിടെ കാണാം. ഇത് ഞാൻ ഡീറ്റെയിൽസ് ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് അവിടെ കാണിക്കുന്നത്. ഇനി നമ്മളിവിടെ കണക്ട് ടു അജാസ് വയ ബ്ലൂടൂത്ത് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കണക്റ്റിംഗ് എന്ന് കാണിക്കും. ഇത് കുറച്ച് ടൈം എടുക്കും ഇത് റെഡി ആവാൻ. അപ്പോൾ നമുക്കിപ്പോൾ കാണാം ഒരു 2-3 ഓക്കെ ഇഗ്നിഷൻ ഓൺ എന്നൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിൽ നിന്ന് കോളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഓൾറെഡി കാലിബ്രേറ്റഡ്. ഓക്കെ, ഈ ഒരു കോൾ നമുക്കിപ്പോൾ കട്ട് ചെയ്യാം. ഇപ്പോൾ കാലിബ്രേറ്റ് ഡിവൈസ് ആൻഡ് ചേഞ്ച് ഡിവൈസ് ടു സ്റ്റേറ്റ് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ഓൾറെഡി കാലിബ്രേറ്റഡ് എന്നൊക്കെ കാണാം. ഇപ്പോൾ ഡിവൈസ് എനിക്ക് തോന്നുന്നു നമ്മൾ ഫിക്സ് ചെയ്തൊക്കെ പ്രോപ്പറാണ്. ഇവിടെ ഓൾറെഡി കാലിബ്രേറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഓൺലൈൻ ആക്കിയാൽ നമ്മുടെ ഡിവൈസ് വർക്കിംഗ് കണ്ടീഷനിലാണ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും മൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് മെസ്സേജ് വരും. അതുപോലെ ഇഗ്നിഷൻ ഓൺ ആക്കിയാൽ ഈ മെസ്സേജും നോട്ടിഫിക്കേഷനും കോളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ ഓഫ്ലൈൻ ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഡിവൈസ് കംപ്ലീറ്റ്ലി സ്ലീപ്പ് മോഡിലേക്ക് പോകും. നമ്മളെ ഡിവൈസ് വർക്കിംഗ് ആയിരിക്കില്ല. അപ്പോൾ ഗൈസ് നമ്മളെ കാലിബ്രേഷൻ്റെ പ്രോസസ്സൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. നമ്മളെ ഡിവൈസ് കംപ്ലീറ്റ്ലി സെറ്റാണ്. നമ്മൾ ഫിറ്റ് ചെയ്തൊക്കെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അതായത് ആരെങ്കിലും മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ, അതുപോലെ തന്നെ ആരെങ്കിലും ഇഗ്നിഷൻ ഓൺ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ടെസ്റ്റിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ ബൈക്ക് നമ്മൾ പാർക്കിങ്ങിൽ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നടു റോട്ടിലാണെന്ന് മാത്രം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ മൂവ്മെൻറ്റ് ടെസ്റ്റാണ്. അതായത് ആരെങ്കിലും നമ്മളെ ബൈക്ക് ജസ്റ്റ് മൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മളെ ഫോണൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ കള്ളനെ വിടാം. കള്ളൻ പോയിക്കോളൂ. കള്ളൻ ഇതാ പോകുന്നുണ്ട് നമ്മളെ ബൈക്ക് മൂവ് ചെയ്യാൻ. കള്ളൻ ബൈക്കുമ്പോൾ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ കള്ളൻ അതാ വണ്ടിയിട്ട് പോവുകയാണ്. കള്ളൻ അതാ വണ്ടി കുന്തി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മളെ ഫോണിൽ നമ്മളെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. യെസ്, അപ്പോൾ നിങ്ങൾക്ക് കാണാം വൈബ്രേഷൻ സെൻസ്ഡ് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹായ് ആർ യു ദേർ സംബഡി പുഷ് മീ എന്ന് പറഞ്ഞൊരു മെസ്സേജും കാണാം. അതുപോലെ തന്നെ ഇതിൽ ഡേറ്റ് ടൈമൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ബൈക്ക് മൂവ് ചെയ്താൽ മാത്രമല്ല ഈ ഒരു മെസ്സേജ് വരും. അത് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റിൽ പൊസിഷൻ എന്നൊരു ബൈക്ക് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചാൽ പോലും ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമ്മളാണ് മൂവ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാർക്ക് ഓൾ റീഡ് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് അവോയ്ഡ് ചെയ്യാം. അല്ല വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി നോക്കാം ആരാണ് നമ്മളെ ബൈക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ പ്രോപ്പർ വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടെസ്റ്റിങ്ങിലേക്ക് പോകാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത്. അതായത് നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കുകയാണെങ്കിൽ നമുക്ക് മെസ്സേജ് മാത്രമല്ല നമുക്ക് കോളും വരുന്നതാണ് പറയുന്നത്. അത് നമ്മൾ ഡിവൈസ് കാലിബ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കണ്ടതാണ് കോൾ വരുന്നത്. അപ്പോൾ നമ്മൾ എടുക്കാൻ പറ്റിയില്ല, നമ്മൾ റിജക്റ്റ് ചെയ്തു. ഇപ്പോൾ നമ്മളെ കള്ളന് പോയിട്ട് നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ബൈക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ബൈക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ ഫോണിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാമോ കോൾ വന്നിട്ടുണ്ട്. മുംബൈ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ നമ്പറിൽ നിന്നാണ് കോൾ വന്നിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൺ അറ്റൻഡ് ചെയ്ത് നോക്കാം. സ്പീക്കറിലിടാം. ഇത് ഫോണ് ജസ്റ്റ് എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഇത് കോള് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ഒരു ഇതൊന്നുമില്ല. നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ കട്ടായി പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു റെക്കോർഡഡ് ഒരു വോയിസ് എന്തെങ്കിലും വരുന്നു വിചാരിച്ചു. അതൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു കോൾ വരുന്നുണ്ട്. ആ ഒരു കോള് നമുക്കൊരു വാർണിംഗ് ആയിട്ട് കാണാം. നമ്മൾ റിജക്റ്റ് ചെയ്ത് കൊടുക്കാം. അറ്റൻഡ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഒരു മെസ്സേജ് കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു കോളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം വർക്കിംഗ് ആണ്. നമുക്ക് ജസ്റ്റ് ഒരു കോൾ വരുന്നുണ്ട്. നമുക്കൊരു വാർണിംഗ് സിഗ്നലായിട്ടൊരു കോൾ വരുന്നുണ്ട്. ഈ ഒരു നമ്പറിൽ തന്നെയാണ് കോൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്പർ നമ്മളെ ഡിവൈസിൽ മൈ ബൈക്ക് എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സംഭവം നല്ല സെറ്റായിട്ട് വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റും സെറ്റാണ്. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെറ്റിങ്സിൽ വെഹിക്കിൾ സെറ്റിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എമർജൻസി കോൺടാക്ട്സ് എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് കാണാം. അവിടെ നമുക്ക് 3 എമർജൻസി കോൺടാക്ട്സിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡിവൈസിൽ നമ്മൾ ആക്സിഡൻറ്റിൻ്റെ ഒരു സംഭവം അവർക്ക് ചെക്ക് ചെയ്യാനുള്ള, അതായത് സഡൻ ഒരു ഫോൾ സംഭവിക്കുകയാണെങ്കിലോ അതങ്ങനെ ഒരു റൺ ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ സഡൻ ആയിട്ടൊരു ഫോൾ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ആക്സിഡൻ്റ് ആയിട്ട് കണക്ക് കൂട്ടിയിട്ട് നമ്മളെ എമർജൻസി കോൺടാക്ട്സിന് മെസ്സേജ് അതുപോലെ തന്നെ കോള് കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും.
പോകുന്നതായിരിക്കും. നമ്മൾ ഒരു ആക്സിഡൻറ്റ് മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് കോളും മെസ്സേജൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ അത്രയും നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ്. നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ സംഭവിക്കാതിരിക്കട്ടെ, അഥവാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് പെട്ടെന്ന് മെസ്സേജ് പോകുന്നതുകൊണ്ട് അവർ അലേർട്ടായിരിക്കും, അവർക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സാധിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ബൈക്കിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ബൈക്ക് ഇരിക്കുന്നതും സെയിം ലൊക്കേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ വണ്ടി ഒന്ന് ഓടിച്ചിട്ട് നമ്മൾ ഈ ഒരു ഡിവൈസിൽ എത്രത്തോളം കറക്റ്റായിട്ടാണ് ഈ റൂട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് നോക്കാം. അപ്പോൾ ഇവന് ജസ്റ്റ് ഒന്ന് ബൈക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വന്നോളാം. അപ്പോൾ നമുക്ക് നമ്മളെ ഫോണിൽ നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ബൈക്ക് കാണിക്കും സ്പീഡിൽ പോണതാ ഞാൻ ഡോൾഫിൻ്റെ അവിടെ തന്നെ കാണിക്കും. ഒന്നും കൂടി ഓനിപ്പോ ഇതാ ഇവിടെ എവിടെ വേണ്ട പോണതാ കറക്റ്റ് കാണിക്കും. കളിക്കണത് കുറച്ചും കൂടി സൂമോട്ടേ ഇവിടെ എടുക്ക പോണവരെ നമ്മളറിയില്ല. സബാബിൻ്റെ ഇവിടെ എത്തിക്കണ ആള് ഓപ്പണിങ് ഗൂഗിൾ മാപ്സ്. ഇങ്ങനെ ഓപ്പണിങ് ഗൂഗിൾ മാപ്സ് ചെയ്യാം. ആൾ ഇവിടെ എത്തിക്കണം. അവിടുന്ന് വണ്ടി ഓഫാക്കിയിരിക്കണം കേട്ടോ. മൂപ്പരാള് ടോപ്പ് സ്പീഡ് 20 വരെ പോയിക്കണേ. എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കിട്ടുന്നുണ്ട്. ആളിപ്പോൾ ഇവിടെ എത്തിക്കണം. ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ പോയ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഡിസ്റ്റൻസ്, ടോപ്പ് സ്പീഡ്. ഇത് നേരത്തെ ഇഗ്നിഷൻ ഓണോ ഓഫ് ചെയ്തതിൻ്റെ. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് മൂപ്പരാൾ. എന്നോട് റിട്ടേൺ വരാൻ പറഞ്ഞു. അങ്ങോട്ട് പിന്നെ തിരിച്ചു വരുന്നുണ്ട്. ഈ റോഡിന് ഇങ്ങോട്ട് തിരിഞ്ഞ് അത് നേരെ പോയി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അങ്ങോട്ട് ഹോസ്റ്റലിൽ കണഞ്ഞ് മുമ്പിലല്ലേ അതാ മാളിന്റെ ആ സൈഡിൽ കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. മാളിന്റെ ഉള്ളിൽ കയറിയാ അവിടെ നിർത്തി. മാളിന്റെ ഉള്ളിൽ കയറി അങ്ങോട്ട് കാണിക്കട്ടെ. അല്ല ഈ ഫോൺ അങ്ങോട്ട് പിടിച്ചാൽ മതി. അങ്ങോട്ടാ അങ്ങോട്ട് പിടിക്കാൻ ഗൈസ്. അതാണ് ആ പറഞ്ഞ മാള്. ഇതാ മൂപ്പരാളെ വരുന്നത് കറക്റ്റ് ഇതിൽ കാണിച്ചു തരുന്നുണ്ട് കണ്ടോ. നമ്മൾ നിന്നോടത്തേക്ക് തന്നെ തിരിച്ചെത്തി മൂപ്പര്. അപ്പോൾ ഈ ഒരു ഫീച്ചറിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മളെ ബൈക്ക് നമ്മൾ യൂസ് ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെവിടെല്ലാം പോയി, ഏതൊക്കെ വഴിയിലൂടെ പോയി, എത്ര സ്പീഡിൽ പോയി എന്ന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നമ്മളെ ഫോണിൽ ഇരുന്നു കൊണ്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് നമ്മളെ ബൈക്കിൻ്റെ ലൊക്കേഷൻ ഓപ്പൺ ഇൻ ഗൂഗിൾ മാപ്സ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഗൂഗിൾ മാപ്സിലോട്ട് പോകും. അവിടെ ഗൂഗിൾ മാപ്സിൽ നമ്മളെ ബൈക്കിൻ്റെ കറക്റ്റ് ലൊക്കേഷന് ഡയറക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ഇന്ന് നമ്മൾ ചിക്കൻ വാങ്ങാൻ പോയതിൻ്റെ റൈഡ്സ് കാണാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ റൈഡ്സിൻ്റെ സെക്ഷൻ, ഇത് 2 days റൈഡ് ഉണ്ട്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇന്നത്തെ റൈഡിൻ്റെ വിഷ്വൽസ് കാണിക്കും. നമ്മൾ ബൈക്ക് എടുത്തതാണ് കാണിക്കുന്നത്. ഇവിടുന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ നാസിമ നേരത്തെ ടെസ്റ്റ് ചെയ്യാൻ പോയതിൻ്റെ ആ ഒരു വിഷ്വൽസാണ് ഇത് കാണിക്കുന്നത്. നമുക്ക് ഇവിടേക്ക് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കാം. നാസിമ വന്ന് പിന്നെ റൂമിൽ നിന്ന് ബൈക്ക് എടുത്ത് ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് നോക്കാൻ മതി. ഓക്കെ, അതാ പോകും. എത്ര കിലോമീറ്റർ കോഴിക്കോടേക്ക്? 22. ഓക്കെ, എന്നാൽ മീറ്റ് ഹൗസ് മൈസൂർ. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ചിക്കൻ വാങ്ങി അവിടെ സ്റ്റോപ്പ് ചെയ്ത് റിട്ടേൺ വരുന്നത്. ആ വന്ന വഴികളൊക്കെ നമുക്ക് ഇവിടെ പോസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്തുണ്ടോ. ആ ഒരു സർക്കിളാണ്. ആ സർക്കിള് ഏത് വഴികൾ കറക്റ്റ് നമുക്ക് മനസ്സിലാവും. ഏതാണ്ടോ വഴി വന്ന് നമ്മളെ റൂമിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ 3.5 കിലോമീറ്റർ, എത്ര ടൈം എടുത്ത്, എത്ര ടോപ്പ് സ്പീഡ്, എല്ലാ ഡീറ്റെയിൽസും ഇതിൽ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അജാസിൻ്റെ ആപ്പിൽ നമുക്കൊരു ഫ്യൂവൽ ലോഗിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു ഫീച്ചറാണ്. നമുക്കതിൻ്റെ ഇതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ
കുറച്ച് ഡീറ്റെയിൽസ് കാണാം. ഇതിൽ നമ്മൾ 2022 എന്നുള്ളത് ഓളാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ ടോട്ടലായിട്ട് സ്പെൻഡ് ചെയ്ത ഒരു ഫ്യൂവലിൻ്റെ ഒരു സ്പെൻഡിങ്സ് നമുക്ക് ഇവിടെ കാണാം. ഞാനിപ്പോൾ 2100 റുപ്പീസിനാണ് ടോട്ടൽ ഈ ഒരു ഡിവൈസ് എടുത്തതിന് ശേഷം ഫ്യൂവൽ അടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആഫ്റ്റർ റീഫില്ലിങ് ഞാൻ 55 കിലോമീറ്റർ ഓടി. അതിന് എത്ര ഫ്യൂവൽ കൺസ്യൂം ചെയ്തു, ടോട്ടൽ എത്ര ഫ്യൂവൽ ഫില്ല് ചെയ്തു, അതുപോലെ തന്നെ ഞാൻ എത്രയൊക്കെ ഫ്യൂവൽ ഫില്ല് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 0.00 കാണിക്കാൻ കാരണം ഞാൻ ലാസ്റ്റ് 100 റുപ്പീസിന് അടിച്ചത് തീർന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു 500 റുപ്പീസിന് ഫ്യൂവൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 500 അടിച്ചു. അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെ പ്രൈസ് വരുന്നത് 100.33 ആണെങ്കിൽ എത്രയാണ് പ്രൈസ് അത് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് ഓർഡർ മീറ്റർ റീഡിംഗ് ആണ് 17,736 വരുന്നത്. അത് നമുക്കിപ്പോൾ ഒരു 17,800 കൊടുക്കാം. ഫുൾ ടാങ്ക് ആണെങ്കിൽ മാത്രം ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഫുൾ ടാങ്ക് അല്ലാന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് സേവ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാനിപ്പോൾ 500 റുപ്പീസിന് അടിച്ചത് നമ്മൾ 100.33 റുപ്പീസ് ആണ് ഫ്യൂവലിൻ്റെ 1 ലിറ്ററിൻ്റെ പ്രൈസിൻ്റെ. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര ലിറ്റർ കയറി എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് 4.98 ലിറ്റർ. അതുപോലെ തന്നെ ആ ഒരു ലിറ്റർ വെച്ചുകൊണ്ട് എത്ര കിലോമീറ്റർ ഏകദേശം ഓടും എന്നുള്ളൊരു 149 കിലോമീറ്റർ, അതായത് 500 റുപ്പീസിന്. ഇപ്പോൾ തൽക്കാലം നമുക്കിത് ഡിലീറ്റ് ചെയ്ത് കളയാം, കാരണം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ ഡിസ്റ്റൻസ് ഇത് ഇന്നത്തതാണ്. നമ്മളിവിടെ ഓൾ കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ 509 കിലോമീറ്ററാണ് ഞാൻ ഈ ഒരു ഡിവൈസ് എടുത്തിട്ട് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 23 ഹവർ ആവറേജ് സ്പീഡ്, ടോപ്പ് സ്പീഡ് 100ൻ്റെ മേലെ ഞാൻ പോയിട്ടില്ല. 100 താഴെ ഞാൻ പോയിട്ടില്ല. അതാണ് ടോപ്പ് സ്പീഡ്. പിന്നെ ഫ്യൂവൽ സ്പെൻഡിങ് ഇവിടെ കാണാം. പിന്നെ ആവറേജ് കോസ്റ്റ്, അതായത് എനിക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു റണ്ണിങ് കണ്ടീഷൻ വെച്ചിട്ട് ഏകദേശം 2.4 റുപ്പീസാണ് 1 കിലോമീറ്ററിന് എനിക്ക് ഒരു എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം. ഈ ഫ്യൂവൽ ലോഗ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് എത്രത്തോളം നമ്മളെ ഒരു ഫ്യൂവലിൻ്റെ സ്പെൻഡിങ് വരുന്നുണ്ടെന്ന് കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതും നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ ഈ ഒരു ഡിവൈസിൽ എനിക്ക് ഒരേ ഒരു പോരായ്മയായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മെസ്സേജും കോളും ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കണം. അതായത് നമ്മൾ പോലും ബൈക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് പോലും കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് ജസ്റ്റ് അവർക്ക് റെഡിയാക്കിയിരുന്നു. കാരണം നമ്മൾ ഈ ഒരു ബ്ലൂടൂത്ത് കണക്റ്റഡ് ഡിവൈസ് അടുത്തുണ്ടാകുന്ന സമയത്തെങ്കിലും നമ്മളാണെന്ന് മനസ്സിലാക്കിയിട്ട് കോൾ വരാതെ ഇരിക്കും. ഇത് നമ്മൾ എപ്പോൾ ബൈക്ക് എടുത്ത് പോകുമ്പോൾ നമുക്ക് ഈ ഒരു കോൾ വരുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു കോൾ നോട്ടിഫിക്കേഷൻ, മെസ്സേജ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഓഫാക്കിയിടാം. അപ്പോൾ നമുക്ക് അത് ഓഫാക്കി ഇട്ടതിന് ശേഷം നമ്മളെവിടെയെങ്കിലും പാർക്ക് ചെയ്ത് പോകുമ്പോൾ മാത്രം ഇത് ഓണാക്കി കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളൂ. വേറെ എല്ലാം കൊണ്ടും ഈ ഒരു ഡിവൈസ് പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാനുള്ള നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വിളിച്ചിട്ട് ഓർഡർ ചെയ്യാം ഈ ഒരു പ്രൊഡക്റ്റ്. ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് ലിസ്റ്റ് പറയാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 3 പെർട്ടിക്കുലർ പ്രൊഡക്റ്റാണുള്ളത്. അജാസ് ഒപ്റ്റിമൈസർ, അജാസ് മാക്സിമൈസർ, അതുപോലെ തന്നെ അജാസ് മാക്സിമൈസർ പ്ലസ്. അപ്പോൾ ഈ ഒരു അജാസ് ഒപ്റ്റിമൈസറാണ് ഇതിൻ്റെ ബേസിക് വരുന്നത്. അതിൻ്റെ പ്രൈസ് വരുന്നത് 1799 ആണ്. അതുപോലെ തന്നെ മാക്സിമൈസർ 2199. അതുപോലെ തന്നെ മാക്സിമൈസർ പ്ലസ് ആണ് ഇതിൻ്റെ ഹൈ എൻഡ് പ്രൊഡക്റ്റ് 2599. അപ്പോൾ അത്രയും ഈ ഒരു 3 പ്രൊഡക്റ്റിൻ്റെ ഒരു ഡിഫറൻസ് വന്ന് ഒപ്റ്റിമൈസറിൽ നമുക്ക് ബേസിക് ഫീച്ചേഴ്സ് ആയ ആവറേജ് സ്പീഡ്, 2 ലോഗിൻസ്, ഷെയർ 1 റൈഡ് ഷെയർ പെർ ഡേ, അതുപോലെ തന്നെ മന്ത് സെർവർ പ്രൈസ്, അങ്ങനെ കുറച്ച് ബേസിക് ഫീച്ചേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ മാക്സിമൈസർ പ്ലസ്സിലും നമുക്ക് ടോപ്പ് സ്പീഡ്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, അങ്ങനെ കുറേ അധികം നിങ്ങൾക്ക് ഇവിടെ ഫീച്ചേഴ്സ് നോക്കിയാൽ കാണാം കുറേ അധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് അജാസ് മാക്സിമൈസർ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ്. അതാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്. അതിൽ ടോപ്പ് സ്പീഡും 5 ലോഗിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ പ്രൈസ് ഡിഫറൻസും ഇല്ല. അപ്പോൾ എനിക്ക് മാക്സിമൈസറാണ് ഒന്നും കൂടി ബെറ്റർ എന്ന് തോന്നിയ ഒരു ഫീച്ചേഴ്സൊക്കെ കണ്ടിട്ട്. പിന്നെ ഇതിലൊരു റീചാർജിൻ്റെ ഒരു ഘടകം വരുന്നുണ്ട്. ഇതിലൊരു എയർടെലിൻ്റെ സിമ്മാണ്, ഒരു ഇൻബിൽട്ടായിട്ടൊരു എയർടെൽ സിമ്മാണ് വരുന്നത്. അപ്പോൾ റീചാർജിങ്ങിൻ്റെ ഒരു സംഭവം വരുന്നുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി 6 മന്ത്സിൻ്റെ ഒരു പാക്കേജ് അടക്കമുള്ള ഒരു റീചാർജ് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് വാങ്ങിയിട്ടുള്ളത്. അതായത് അതിൻ്റെ പ്രൈസ് 2899 ആണ് എനിക്ക് പ്രൈസ് വന്നത്. അപ്പോൾ നമ്മളൊരു നല്ലൊരു എമൗണ്ട് ഒക്കെ കൊടുത്ത് നമ്മളൊരു ബൈക്ക് വാങ്ങുമ്പോൾ ബൈക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളെ ബൈക്ക് എത്രത്തോളം സേഫ് ആണെന്നുള്ള കാര്യം നമുക്കറിയില്ല. ബൈക്ക് മോഷണം പോകാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ബൈക്ക് നമ്മളെ കൺട്രോളിലായിരിക്കും. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി താങ്ക് യു. ബൈ.